സോഹോ പീപ്പിൾ, സ്ലാക്ക്, പവർ ബി ഐ ഇവയൊക്കെ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഗ്രോലേണിൻ്റെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്നത്? HR കോഴ്സിൽ സോഹോ പീപ്പിൾ, അതേപോലെ തന്നെ സ്ലാക്ക്, നോഷൻ, ChatGPT ഇതൊക്കെ പെയ്ഡ് വേർഷൻസ് കുട്ടികൾ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി അത് ഫൈനാൻസിൻ്റെ കോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പവർ ബി ഐ, മൈക്രോസോഫ്റ്റ് പവർ ബി ഐ, പിന്നെ അതുപോലെ മറ്റ് ഈ പറഞ്ഞ ടൂളുകൾസൊക്കെ AI ടൂൾസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് എക്സൽ, അഡ്വാൻസ്ഡ് എക്സൽ പ്രോംപ്റ്റിങ്ങും അതേപോലെ തന്നെ പിന്നെ എക്സൽ AI ടൂൾസൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഇനി കുട്ടികൾ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എടുക്കണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ലേണിംഗ് പേർപ്പസിന് വേണ്ടി ഇവയൊക്കെ എന്താണ് ട്രയൽ വേർഷൻസ് അവൈലബിൾ ആണ്. 14 days 30 days ഒക്കെ എന്താണ് ട്രയൽ വേർഷൻസ് അവൈലബിൾ. അപ്പോൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ട്രയൽ വേർഷനിൽ ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സ്, ഇപ്പോൾ പവർ ബി ഐയിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സൊക്കെ എന്താണ് ട്രയൽ പീരീഡ് തന്നെ ഒരു ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്. സോഹോയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെയ്ഡ് വേർഷൻ പിന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അതിൽ അവർക്ക് എന്തുണ്ട്, ട്രയൽ പീരീഡിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിക്കാനും ഒക്കെ പറ്റും. ഇതിനൊക്കെ സ്റ്റുഡൻറ് വേർഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്തില്ല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ പെയ്ഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു നോഷൻ, ChatGPT, എവറിത്തിങ് ആ ഒരു പെയ്ഡ് വേർഷൻ ഉപയോഗിച്ച് ട്രയൽ പീരീഡ് മാനേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളോട് പെയ്ഡ് വേർഷൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് ലൈവായിട്ട് ട്രെയിനിങ്ങും എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.